ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായി സുന്ദരമായി ഉറങ്ങിയ ഒരു രാത്രിയുടെ ആദ്യത്തെ 2 യാമങ്ങളും കടന്നുപോയി. അവസാന യാമത്തിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവ് പോലെ ഉറക്കമുണർന്നു. നല്ല മരം കോച്ചുന്ന തണുപ്പത്തും അള്ളാഹുവിന് വേണ്ടിയുള്ള രാത്രി നമസ്കാരത്തിൽ വീഴ്ചപ്പെടുത്താത്ത പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി വീട്ടിന് പുറത്തിറങ്ങി വുളൂ എടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വുളൂവിന്റെ വെള്ളവുമായി വന്നു നിൽക്കുന്നത് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ശരിക്കും ഇരുൾമുറ്റിയ ഒരു രാത്രിയും മരം കോച്ചുന്ന തണുപ്പുമുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു സമയത്ത് ഒരു തരത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് വേണ്ടി വുളൂവിന്റെ വെള്ളവുമായി പുറത്തൊരാൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആ തണുപ്പിൽ വുളൂവിന്റെ വെള്ളവും കൊണ്ടുവന്നൊരു മനുഷ്യൻ നിൽക്കുമ്പോൾ, ഒരു മനുഷ്യൻ എത്രയേറെ കീഴടക്കാൻ ചില പ്രവർത്തനങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. റസൂലിനെ വല്ലാതെ കീഴടക്കി കളഞ്ഞൊരു പ്രവൃത്തിയാണ്. ആ മനുഷ്യനോട് വല്ലാത്ത ഒരു കടപ്പാട് പോലെ റസൂൽ അനുഭവപ്പെട്ടു. അയാൾക്ക് എന്തെങ്കിലും പ്രത്യുപകാരമായി ചെയ്യണമെന്ന് റസൂലിന് സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ഉള്ളിലെ നന്മയുള്ളത് കൊണ്ട് റസൂലിന് തോന്നിപ്പോയിട്ടുണ്ട്. ആ വുളൂവിന്റെ വെള്ളം സ്വീകരിച്ചു വുളൂ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്തുണ്ടെങ്കിലും എന്താവശ്യം വേണമെങ്കിലും ഞാൻ നിറവേറ്റി നൽകാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാൻ. ആ പാതിരാ സമയത്ത് റസൂലിനെ ഖിദ്മത്ത് ചെയ്യുക, റസൂലിന് വുളൂവിന്റെ വെള്ളം എടുത്തു കൊടുക്കുക, അതിലൂടെ സ്വയം കൃതാർത്ഥനാകുക, നല്ലൊരു പുണ്യം ചെയ്തതിന്റെ സന്തോഷത്തോടെ നിർവൃതിയോടുകൂടി ആ രാത്രി എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ ഭാഗത്ത് നന്മ ചെയ്തു വെച്ച് ആ ധന്യതയോടെ മടങ്ങുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലേ മനുഷ്യൻ. പെട്ടെന്നൊരു ചോദ്യം ആ രാത്രിയിൽ റസൂൽ പറയാൻ, നിങ്ങൾ ചോദിക്കാൻ, എന്ത് വേണമെങ്കിലും ഞാൻ നൽകാമെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ധർമ്മസങ്കടമുണ്ട്. പെട്ടെന്ന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇനി പറയാനുണ്ടെങ്കിൽ തന്നെ ഏറ്റവും എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നമോ ഒരു ആവശ്യമോ ആയിരിക്കും ഒരാൾ പെട്ടെന്ന് പറയുക. അപ്പൊ റസൂലും അതാ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും അയാൾ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു നേട്ടം ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്തു കൊടുക്കാൻ, ഒരു സഹായം ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ഥാനം നൽകാൻ, അങ്ങനെ പലതും ചോദിക്കാവുന്നതാണ്. പക്ഷെ ആ മനുഷ്യൻ ആ സമയത്തും വളരെ പ്ലാനിങ്ങിലാണ്. ആ സമയത്ത് പോലും ആ രാത്രിയിലും ആ മനുഷ്യൻ കൃത്യമായ ഒരു ചോദ്യം റസൂലോട് ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബി, എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇതാണ് നബി ചോദിക്കാനുള്ളത്, അങ്ങയോടൊപ്പം ഒരു സുഹൃത്തായി നാളെ സ്വർഗ്ഗത്തിൽ ഞാൻ ഉണ്ടാകണം. ഇതെനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ അങ്ങയുടെ സുഹൃത്തായി നാളെ സ്വർഗ്ഗത്തിൽ ഞാനും ഉണ്ടാകണം എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് അസ്ഹാബി റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ധർമ്മസങ്കടത്തിലാകുന്നത് റസൂലാണ്. ആ ചോദ്യം അങ്ങ് മാക്സിമത്തിലായി പോയി. റസൂലിന് ഒരു പ്രതീക്ഷിച്ച ചോദ്യം വലിയ മനുഷ്യൻ ചോദിച്ചത്. ആ സമയത്ത് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചതുമില്ല. റസൂൽ പറഞ്ഞു, ഇത് പറ്റൂല, ഇതെന്നെ കൊണ്ട് സാധ്യമാകുന്ന ഒരു വിഷയമല്ല, മറ്റെന്തെങ്കിലും ചോദിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറഞ്ഞു പോയി. ചോദിച്ചപ്പോൾ കൊടുക്കാനും കഴിയാത്തൊരവസ്ഥയായി റസൂൽ മറുപടി പറഞ്ഞു, നിങ്ങൾ മറ്റെന്തെങ്കിലും ചോദിക്കാൻ ഞാൻ നൽകാമെന്ന്. റസൂലിനോട് അവർ പറഞ്ഞത് മറുപടി ഇതാണ്, എനിക്ക് നിബഹുവതാക്ക, എനിക്ക് അത് മതി. അല്ല, എനിക്ക് ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ പ്രവൃത്തി ചെയ്തിട്ടില്ല, അങ്ങയിൽ നിന്ന് എന്തെങ്കിലും പ്രത്യുപകാരം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അങ്ങ് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. ഇനി ഇതല്ലാതെ മറ്റൊരു ചോദ്യവും എന്റെ നിഘണ്ടുവിലില്ല, എനിക്ക് മറ്റൊന്നും ചോദിക്കാനില്ല എന്ന് റസൂലിനോട് മറുപടി പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗത്യന്തരമില്ലാതെ മനുഷ്യനോട് മറുപടി പറഞ്ഞത്, ഫഅഇനി അലാ നഫ്സിക ബികസ്റത്തി സ്വലാത്ത്. എന്നാ പിന്നെ നിന്റെ ആവശ്യം നിറവേറ്റാൻ നീ എന്നെ അല്പം സഹായിക്കേണ്ടിയിരിക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്കളുടെ ആഗ്രഹം അങ്ങ് മാക്സിമത്തിലാണ് നിൽക്കുന്നത്. എന്റെ കയ്യെത്തുന്നിടത്തോളം എന്റെ തീരുമാനത്തിലോ നിൽക്കുന്ന ഒരു വിഷയമല്ല ചോദിച്ചിട്ടുള്ളത്. എന്റെ സൗഹൃദം ദുനിയാവിലാണെങ്കിൽ എനിക്ക് പറയാമായിരുന്നു ഒരു ഉറപ്പ്. പക്ഷെ എന്റെ സൗഹൃദം താങ്കൾ പ്രതീക്ഷിക്കുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗം ഒന്നും കൊടുക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ എന്നെ താങ്കൾ സഹായിക്കണം. ബികസ്റത്തി സ്വലാത്തി, അധികമായി നമസ്കരിച്ചുകൊണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അധികമായി നമസ്കരിക്കുക. നമസ്കാരം അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെ അടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്നുള്ളത് നമസ്കാരമാണ്. ഈ സ്വർഗം ഒരു മനുഷ്യനെ എളുപ്പമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമൽ എന്നുള്ളത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ ഏറ്റവും മഹത്തരമായ നമസ്കാരം നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രിയിലെ നമസ്കാരമാണ്. അത് റസൂൽ പഠിപ്പിച്ച ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രാത്രിയിൽ ഒരു മനുഷ്യൻ ഉറക്കമിളച്ച് നിസ്കരിക്കുന്ന നമസ്കാരം അത് അത്രമേൽ പവിത്രവും അത്രമേൽ പ്രതിഫലാർഹവുമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സജദയിൽ അല്ലാഹു വ്യക്തമായി പറയുന്നുണ്ട്, ഉറക്കം എഴുന്നേറ്റ ആൾക്കാർ, രാത്രി നല്ല സുഖമായി ഉറങ്ങുന്ന മനുഷ്യർക്കിടയിൽ നിന്നും പുണ്യനബി പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറക്കം എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി നിൽക്കൂ നിങ്ങൾ, എന്നിട്ട് തദ്ഖുലൂ ജന്നത റബ്ബിക്കും ബിസ്സലാം, വളരെ സമാധാനത്തോടെ സ്വർഗ്ഗത്തിലേക്കും കടന്നു ചെല്ലൂ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് പറഞ്ഞതുപോലെ ഖുർആൻ സംസാരിക്കുകയാണ്, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന മനുഷ്യർ, അവർക്ക് വേണ്ടി മനോഹരമായി സൗഭാഗ്യങ്ങളാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അത് മനുഷ്യർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മനുഷ്യൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത മനോഹരമായ സ്വർഗീയ പ്രതിഫലങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അത്രമേൽ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് രാത്രിയിലെ നമസ്കാരം. ആ രാത്രി നമസ്കാരം റമളാൻ മാസത്തിലേക്ക് മറിച്ചു നടുമ്പോൾ റമളാൻ മാസത്തിലെ രാത്രി നമസ്കാരത്തെ കുറിച്ച് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. രാത്രി നമസ്കാരം പൊതുവിൽ എങ്ങനെയാണ് റസൂൽ നമസ്കരിച്ചത്, റമളാനിൽ എങ്ങനെയാണ് നമസ്കരിച്ചത്, വളരെ വളരെ വിശാലമായ സംഭവം നമുക്ക് ഹദീസ് കാണാൻ, സഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയുന്നത്. സഅദ് ബിൻ ഹിഷാം ബിൻ ആമിർ എന്ന താബിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരിക്കൽ മദീനയിലേക്ക് കടന്നു വരുന്നുണ്ട്. സ്വന്തം ഭാര്യയെ വരെ തൊലാഖ് ചൊല്ലിയിട്ട് ആ മനുഷ്യൻ വരുന്നത്. സ്വന്തം ഭാര്യയെ തൊലാഖിൽ ഒഴിവാക്കി, വേണ്ട ഇനി ഒരു ദാമ്പത്യ ജീവിതത്തിന് സമയം ചിലവഴിക്കാനില്ല എന്ന് തീരുമാനിച്ച ആ മനുഷ്യൻ ഭാര്യ മൊഴിചൊല്ലി. എന്നിട്ട് മദീനയിലേക്ക് വരുന്നുണ്ട്. മദീനയിൽ വരുമ്പോൾ ആ മനുഷ്യന്റെ ലക്ഷ്യം എന്നുള്ളത് കുറച്ച് വസ്തു അവിടെ കിടപ്പുണ്ട്. മദീനയിൽ കുറച്ച് വസ്തു ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, ഇത് വിൽക്കണം. കിട്ടുന്ന വിലയ്ക്ക് അത് വിറ്റിട്ട് അതിന്റെ പൈസ എടുത്തിട്ട് നല്ല മുന്തിയ ഇങ്ങനെ ഒരു കുതിരയെ വാങ്ങിക്കണം, പടയെങ്കി വാങ്ങിക്കണം, പടച്ചട്ടം വാങ്ങിക്കണം, അതോടൊപ്പം വാളുകൾ വാങ്ങിക്കണം, എന്നിട്ട് യുദ്ധത്തിന് പോകണം. ഈ മനുഷ്യന് യുദ്ധത്തിന് പോകണം. അന്ന് ആ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ജമൽ സിഫീന്റെ കാലഘട്ടങ്ങളിലാണ് ഈ മനുഷ്യൻ തീരുമാനമെടുത്ത് മദീനയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതാണ്. ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു സംഘടനമല്ല ആ മനുഷ്യ ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ പൊതുവായ ശത്രുക്കളോട് അടരാടി തന്റെ സമ്പത്തും ജീവനും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ജീവിതാവസാനം ലക്ഷ്യമിട്ടുകൊണ്ട് സ്വന്തം ഭാര്യയെ പോലും മൊഴിചൊല്ലിയിട്ട് തന്റെ കിടപ്പാടവും വസ്തുക്കളുമെല്ലാം മദീനയിലുള്ളതെല്ലാം വിട്ടുകൂട്ടി അതുകൊണ്ട് യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ച മനുഷ്യ വരുന്നത്. മദീനയിൽ വന്നിട്ട് കച്ചവടത്തിന് വേണ്ടി അറിയിച്ചു. പലരോടും പറഞ്ഞു, എന്റെ വസ്തു വിൽക്കാനിരിക്കുകയാണ്, വില ഉണ്ടെങ്കിൽ പറയണമെന്ന്. എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് ഈ വസ്തു വിൽക്കണമെന്ന് അന്വേഷിക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇതാണ്, എന്റെ ലക്ഷ്യം ഇതാണ്, എനിക്കൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്ന്. അത് കേട്ട സഹാബാക്കൾ, സീനിയേഴ്സ് ആയ മുമ്പ് റസൂലിന്റെ അടുക്കൽ നേരിട്ട് നീൻ പഠിച്ച സഹാബാക്കൾ പല ആൾക്കാരും പറഞ്ഞു ഇത് അബദ്ധമാണ്. റസൂലിന്റെ മുമ്പിലേക്ക് വന്ന പല ചങ്ങാതിമാരുടെയും ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. പലരും വന്ന് റസൂലിനോട് പറഞ്ഞത്, അള്ളാഹു റസൂൽ, ഞങ്ങൾ ഇനി മുതൽ ഉറങ്ങില്ല, ഇനി മുതൽ വിവാഹം കഴിക്കില്ല, ഇനി മുതൽ ദുനിയാവുമായി ബന്ധമില്ല, നമ്മൾ പൂർണ്ണമായ നോമ്പ്, പൂർണ്ണമായ നമസ്കാരം, പൂർണ്ണമായ ജിഹാദ്, അങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞ് റസൂലിന്റെ മുമ്പിൽ അനുമതി തേടി വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരോടൊക്കെ ദുനിയാവ് നഷ്ടപ്പെടുത്തരുതേ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും ഒരു കാരണവശാലും ഈ ചരിത്രം പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനം തിരുത്തണമെന്ന് ഇവർ പലരും ഉപദേശിച്ചു. എല്ലാവരും പറഞ്ഞ ഉപദേശങ്ങൾ കേട്ടപ്പോ സാരവുമായ കാര്യങ്ങളെ പറഞ്ഞത് റസൂൽ പഠിപ്പിച്ച അധ്യാപനങ്ങളാണ്. കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ ഈ മനുഷ്യൻ തന്റെ ഭാര്യയെ തിരിച്ചെടുത്തു. ആ വസ്തു കച്ചവടത്തിന് നിന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അടങ്ങാത്തൊരു ആവേശമുണ്ട്. അള്ളാഹുവിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ കയ്യിലെന്തെങ്കിലും വേണമല്ലോ എന്ന്. അതുകൊണ്ട് റസൂലിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കണം, ആരാധനകളെ കുറിച്ച് പഠിക്കണമെന്ന് കണക്കാക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നബിയുടെ നമസ്കാരങ്ങളെ കുറിച്ച്, രാത്രി നിവേദനങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് എനിക്കൊന്ന് വിശദീകരിക്കണം. റസൂലിനെ എങ്ങ് പിന്തുടർന്ന് ജീവിക്കണം. എനിക്ക് ആ ഒരു ആവേശത്തിൽ നിൽക്കുന്ന പ്രായമാണ് മനുഷ്യന്റെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാത്രി നമസ്കാരത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ എന്നേക്കാൾ നന്നായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരാളെ ഞാൻ പറഞ്ഞു നൽകാം. എന്നാൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ പോയി അന്വേഷിച്ചോളണം, പഠിച്ചോളണമെന്ന്. ആരാണ് അതെന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. ഞാൻ വരില്ല, നിങ്ങൾ പോയി അവിടെ ചെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം, പഠിച്ചിട്ട് അങ്ങ് പൊക്കളയില്ല, അത് പഠിച്ചിട്ട് എന്നോട് വന്ന് പറയുകയും വേണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളെയും കൂട്ടി നേരെ ആയിഷ ബീവിയെ കാണാൻ വേണ്ടി ചെന്നു.
ആയിഷ ബിബിയുടെ അടുക്കലേക്ക് മനുഷ്യൻ ചെന്നിട്ട് അവരോട് രാമുഖമായി പരിചയപ്പെടുന്നു. പരിചയത്തിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യം നബിയുടെ സ്വഭാവം, ജീവിത ശൈലി ഒന്ന് വിശദീകരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ റസൂൽ ജീവിച്ചത് എന്ന് ആയിഷ ബിബിയോട് പറഞ്ഞു. തങ്ങൾ ഖുർആൻ വായിക്കാറുണ്ടോ, ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ ഖുർആൻ പഠിക്കുന്ന ഒരാളാണ്, ഖുർആൻ പഠിതാവാണെന്ന് പറയുമ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആൻ ആയിരുന്നു എന്ന് വിശദീകരിച്ചു. ഒറ്റ വാചകം കൊണ്ട് മറുപടി. അത് മാത്രം മതിയാകും, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ എനിക്ക് തോന്നി, മതി, അവരെല്ലാത്തിനും ഉത്തരം പറഞ്ഞിരിക്കുന്നു, ഇനി ഖുർആൻ പഠിച്ചാൽ മാത്രം മതി. ഇനി ഖുർആൻ എടുത്ത് നോക്കുക, അവിടെ എല്ലാം ഉണ്ട്. റസൂലിന്റെ ജീവിതം അവിടെ കാണാൻ കഴിയും. ഏറ്റവും മനോഹരമായ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിയാൽ റസൂലിനെ പോലെ ജീവിക്കാൻ കഴിയും എന്ന ഉത്തരം മതിയായിരുന്നു എനിക്ക്. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നി, പക്ഷെ പോയില്ല. പിന്നെ ഞാൻ ഇരുന്നിട്ട് അവരോട് ചോദിച്ചു, നബിയുടെ രാത്രി നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ പറയാൻ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സൂറത്തുൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലിന്റെ ആരംഭം വിശുദ്ധ അവതരിക്കുമ്പോൾ റസൂൽ പറയണം, പുതച്ചു കിടക്കുന്ന പ്രവാചകരെ എഴുന്നേൽക്ക്, രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ കുറവ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ താങ്കൾ നിന്ന് നമസ്കരിക്കുക എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഈ അധ്യായത്തിന്റെ ഒരു മുക്കാഭാഗവും ഇറങ്ങിയിട്ടുണ്ട്. അവസാനത്തെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. അവസാനത്തെ ആയത്ത് 12 മാസം കഴിഞ്ഞ് ഇറങ്ങുന്നത്. 12 മാസം കഴിഞ്ഞാണ് അവസാനത്തെ ആയത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം ഇറങ്ങിക്കഴിഞ്ഞപ്പോ വിശ്വാസികൾക്ക് രാത്രി നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിനടക്കം എല്ലാ മുസ്ലിമീങ്ങൾക്കും രാത്രിയിലെ നമസ്കാരം ഉറക്കം എഴുന്നേറ്റ് നമസ്കരിക്കൽ നിർബന്ധമായിരുന്നു. 12 മാസക്കാലവും അങ്ങനെ തന്നെ തുടർന്നു. 12ാം മാസമാണ് അള്ളാഹു ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ അധ്യായത്തെ അവസാനത്തെ ആയത്ത് ഇറങ്ങുന്നത്. ആ ആയത്ത് ഇറങ്ങിയതോടുകൂടി ഈ നിർബന്ധത ഒഴിവായിട്ട് അത് സുന്നത്തായി മാറി എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ വളരെ മനോഹരമായിട്ട് അത് ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ മനോഹരമായ ചരിത്രം പറഞ്ഞു കൊടുത്തു. അപ്പൊ ആദ്യത്തെ 12 മാസം നിർബന്ധമായിരുന്നു, പിന്നെ ഇത് സുന്നത്തായി മാറി. പിന്നെ സുന്നത്തായ രൂപത്തിലാണ് റസൂൽ നമസ്കരിച്ചിരുന്നത്. അങ്ങനെ റസൂൽ നമസ്കരിച്ച നമസ്കാരമാണെങ്കിലും അത് 11 റക്അത്തായിരുന്നു. എല്ലാ രാത്രികളിലും റസൂലുള്ളാഹി 11 റക്അത്ത് വരെ നമസ്കരിച്ചിരുന്നു. പിന്നെ പ്രായമൊക്കെ കൂടിയില്ലേ, തടിയൊക്കെ വെച്ച് റസൂല്. അങ്ങനെയൊക്കെ വന്നപ്പോൾ പ്രവാചകൻ പലപ്പോഴും 9 ആക്കി ചുരുക്കി. 9 റക്അത്തായി നമസ്കരിച്ച സമയങ്ങളുണ്ടായിരുന്നു. പിന്നെയും അവശതയൊക്കെ ബാധിച്ചപ്പോൾ ക്ഷീണം വല്ലാണ്ട് പിടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ 7 നമസ്കരിച്ച റസൂൽ നിർത്തിയിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ റസൂൽ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാ ദിവസവും അച്ചട്ടായിട്ട് അങ്ങ് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യനാണ്, പ്രായം മാറി. അതായത് ഒരു വേരിയേഷൻ എല്ലാത്തിലും വന്നു. അവരോട് ചോദിക്കാൻ ഇബ്നു അബ്ബാസ് പോലും പറഞ്ഞു, ആയിഷ ബിബിയോട് ചോദിക്കാൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം ഓരോരുത്തരും പ്രവാചകന്റെ ചില കാലഘട്ടങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. എല്ലാ കാലഘട്ടങ്ങളും റസൂൽ എങ്ങനെ ജീവിച്ചു പോയി എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നത് റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിക്കാണ്. അതുകൊണ്ട് ആയിഷ ബിബി പറഞ്ഞത് ഇങ്ങനെ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. 7 റക്അത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചിലപ്പോഴൊക്കെ ഉറങ്ങിപ്പോയിട്ടുമുണ്ട്. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോഴെല്ലാം പകൽ സമയത്ത് 12 റക്അത്ത് പരിഹാരമായി നമസ്കരിച്ചിട്ടുണ്ട് എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഒന്നുകൂടി പറഞ്ഞു വെച്ചു, ഒരു രാത്രി പോലും പരിപൂർണമായി റസൂൽ നമസ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഖുർആൻ A to Z ആദ്യം മുതൽ അവസാനം വരെയും പാരായണം ചെയ്ത് നമസ്കാരം പൂർത്തിയാക്കിയിട്ടുമില്ല എന്ന് അവർ എടുത്തു പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കൂടി ഇദ്ദേഹം കേട്ട് മനസ്സിലാക്കി നേരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്ന് പറഞ്ഞു കൊടുത്തു, വിശദമായി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഞാൻ അവരുമായിട്ടുള്ള ബന്ധം പഴയ ബന്ധമായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഞാൻ നേരിട്ട് കേൾക്കുമായിരുന്നു എന്ന്. പക്ഷെ അദ്ദേഹം ഇത് കേൾക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായത്. ഈ ഇസ്ലാമികമായ ഒരു ആഭ്യന്തര പ്രശ്നത്തിനിടയിൽ വന്ന പിണക്കങ്ങൾക്കിടയിൽ ചെറിയൊരു പിണക്കത്തിലാണ് ഇവർ രണ്ടുപേരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ആയിഷ ബിബിയും കൂടിക്കാഴ്ച നടത്താനോ നേരിട്ട് സംസാരിക്കാനോ ഇഷ്ടപ്പെടാത്ത വിധം ഒരു പിണക്കം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഈ മനുഷ്യന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു പിണക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അവിടെ കേട്ടതെന്ന് ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം എനിക്കും ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഈ പിണക്കം കൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു എന്നൊരു വാക്കുകൂടി പറഞ്ഞു വെച്ച മനുഷ്യൻ മടങ്ങിപ്പോയി. ഇവിടെ ചരിത്രം വളരെ വിശാലമായ ഒരു ചരിത്ര സംഭവമാണ്. അതിനകത്ത് നമുക്ക് ആവശ്യമായതെല്ലാം ഇവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്, അത് എങ്ങനെയാണ് റസൂലിന്റെ ജീവിതത്തിൽ പകർത്തിയെടുത്തത് എന്ന വിഷയത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം. അത് ആദ്യം പറഞ്ഞ സൂറത്ത് മുസമ്മിലിലൂടെയാണ് ഇത് പരിചയപ്പെടുത്തുന്നതും അള്ളാഹു വിശ്വാസികൾ ആവശ്യപ്പെടുന്നതും. മനോഹരമായ റസൂലിനോട് പറയുന്നത്, ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. മനോഹരമായി അവധാനതയോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി കഴിഞ്ഞുകൂടാൻ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതൻ വഅഖ്വമു ഖീല വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല എന്ന്. രാത്രിയിലെ നമസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് ഖുർആൻ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതൻ വഅഖ്വമു ഖീല എന്ന്. ഏറ്റവും നന്നായി ഒരു മനുഷ്യന് ഏകാഗ്രത കിട്ടുന്ന സമയമാണ് രാത്രിയിലെ നമസ്കാരം എന്നുള്ളത്.
ഇന്നലക ഫി നഹാരി സുബ്ഹൻ തവീല. പകൽ ഒരുപാട് ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. എല്ലാ നമസ്കാരങ്ങൾക്കിടയിലേക്ക് മനുഷ്യൻ ഓടി വരുമ്പോൾ തിരക്കുകളിൽ നിന്ന് പറിച്ചെടുത്തവനെ പോലെ മനുഷ്യൻ കടന്നു വരിക. നമ്മൾ നിർബന്ധിതമായ നമസ്കാരങ്ങൾക്ക് പോലും മനുഷ്യൻ കൈകെട്ടി നിൽക്കുമ്പോൾ അവന്റേതായ ദുനിയാവിന്റെ കുറെ സംഘർഷങ്ങൾ കൂടി മനസ്സിൽ കടന്ന് കുഴയുന്നുണ്ടാകും. അതിൻ്റെ എല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഒരു മനുഷ്യൻ കടന്നുകൂടുന്നത്. എന്നാൽ രാത്രി അങ്ങനെയല്ല. എല്ലാ മനുഷ്യനും സുഖമായി ഉറങ്ങുന്ന, മനുഷ്യന്റെ ശരീരവും മനസ്സും ധന്യമായിരിക്കുന്ന നിമിഷമാണത്. ഈ നിമിഷത്തിൽ മനുഷ്യൻ അള്ളാഹുവിനോക്ക് അടുക്കാനുള്ള ഏകാഗ്രത ലഭ്യമാകുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ നമസ്കാരം നിലനിർത്ത് ഈ രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ അത് അക്വമൊക്കെയില്ല. നിങ്ങൾക്ക് നിലപാടുള്ളവരാക്കി നിങ്ങൾ മാറ്റാനും ഈ നമസ്കാരത്തിന് കഴിയും. രാത്രിയിലെ നമസ്കാരം പകൽ മനുഷ്യന്റെ സംസാരത്തിൽ നന്നാക്കുന്ന, പകലൊരു മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തുന്ന നിലപാടുകൾ അത് വ്യക്തത ഉണ്ടാവുകയും അത് വളവില്ലാതെ, ചതിയില്ലാതെ, പൊയ്യില്ലാതെ, വഞ്ചനയില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിലകൊള്ളാനുമുള്ള ഒരു നിലപാടുള്ളവനായി മനുഷ്യനെ വളർത്തുന്നതിൽ രാത്രി നമസ്കാരത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഖുർആൻ സംസാരിച്ചു വെക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നാമം നിങ്ങൾ ഓർക്ക്, പടച്ചവനെ ഓർക്ക്. രാത്രി നമസ്കാരത്തിലൂടെ ഖുർആൻ പാരായണത്തിൽ സുദീർഘമായ ഖുർആൻ കേൾക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ലയിച്ചു ചേരാൻ, എന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേരാൻ, ആ അള്ളാഹു എന്ന ദിക്റിലേക്ക് നിങ്ങൾ വഴുതി വീഴാൻ വേണ്ടിയിട്ട് രാത്രി അല്പ സമയം കണ്ടെത്തണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇത് നിർബന്ധ ബുദ്ധിയോട് സംസാരിച്ചു. അവസാനം അള്ളാഹു ഇത് മാറ്റി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ രാത്രിയുടെ മുക്കാഭാഗം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവായ ഭാഗം താങ്കളും ഈ ജനതയെ നമസ്കരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യവും എനിക്കറിയാം. വളരെ പ്രയാസപ്പെട്ടും രോഗാവസ്ഥയിലും യാത്രക്കാരായിട്ടും ഒക്കെ നിങ്ങൾ ബുദ്ധിമുട്ടി നിർബന്ധ ബുദ്ധിയോടെ നമസ്കരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഇളവുണ്ട്, നിങ്ങൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു എന്ന് റസൂൽ ഖുർആൻ പറഞ്ഞുകൊണ്ട് അതിൽ ഇളവ് കൊടുത്തതോടുകൂടി സുന്നത്തായി മാറി. ആ സുന്നത്താണ് നമ്മൾ റമദാൻ മാസത്തിലാകുമ്പോൾ അല്പം കൂടി ആവേശത്തോടുകൂടി നമ്മൾ സമീപിക്കുന്നത്. റമദാന്റെ അവസാന പത്താകുമ്പോൾ കുറെ കൂടി ആവേശത്തോടുകൂടി. കാരണം രാത്രി നമസ്കാരം അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമലാണ്. ഒരു മനുഷ്യനെ അള്ളാഹുലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നത് ഈ നമസ്കാരമാണ്, ഈ സുജൂദുകളാണ്. അതുകൊണ്ട് നമ്മൾ ആവേശത്തോട് എടുക്കുന്നത്. ഈ രാത്രി നമസ്കാരം റസൂലിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നു റമദാൻ മാസത്തിൽ എന്നതാണ് ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു പോയിന്റ്. അതോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കുന്ന ആളാ. പക്ഷെ റമദാൻ മാസത്തിൽ എന്ത് ചെയ്തു? മദീന പള്ളിയുടെ ഒരു ഓരത്ത് റസൂൽ നമസ്കരിച്ചു. പ്രവാചകന്റെ മുറിയിൽ നിന്ന് നമസ്കരിച്ചു എന്ന് ഒരു റിവായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ റസൂൽ നമസ്കരിക്കുന്നത് കണ്ടിട്ട് രാത്രി ആ നമസ്കാരത്തെ പള്ളിയിൽ ഉണ്ടാകുന്ന ചില ആൾക്കാർ റസൂലിനോടൊപ്പം കൂടി. ചില ആൾക്കാർ ഒപ്പം കൂടുകയും റസൂലിനൊപ്പം ആ രാത്രി സുദീർഘമായി നമസ്കരിക്കുകയും ചെയ്തു. ആ നമസ്കാരത്തിന്റെ അനുഭൂതിയെ കുറിച്ച് പിറ്റേന്ന് പകൽ ഇവർ പല ആൾക്കാരോടും പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ രാത്രി റസൂലിനൊപ്പം നിസ്കരിച്ചു, റമദാൻ മാസം വലിയ സന്തോഷമുള്ള ഒരു നമസ്കാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടവരും അറിഞ്ഞവരും അടുത്ത ദിവസം കാത്തിരുന്നു. അന്ന് രാത്രി റസൂൽ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടമാന ആൾക്കാരുണ്ടായിരുന്നു. മൂന്നാം ദിവസമായപ്പോൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അത്ര വലിയൊരു ആൾക്കൂട്ടം രൂപപ്പെട്ടു. നാലാം ദിവസമായപ്പോ പള്ളിയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് പുറത്ത് ആൾക്കാർ കാത്തിരിക്കാൻ തുടങ്ങി. റസൂൽ നിസ്കരിക്കാൻ വന്നതേയില്ല. അന്ന് നിസ്കരിക്കാൻ വന്നതേയില്ല. സുബഹി നമസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ചപ്പോഴല്ലാതെ പ്രവാചകൻ പുറത്തു വന്നില്ല. കാത്തിരുന്നവരെല്ലാം അവിടെ കാത്തിരുന്നു. റസൂൽ സുബഹി നമസ്കാരം പൂർത്തിയാക്കി ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെയും കൂട്ടി ഇത് ജമാഅത്തായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിർബന്ധമാക്കപ്പെടുകയും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം വരാതിരുന്നത്, ഒഴിവാക്കിയതെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അതാ വിഷയത്തിൽ ഈ തറാവി നമസ്കാരം, തറാവി എന്ന വാക്ക് പോലും ഉണ്ടായത് സുദീർഘമായ ഒരു നമസ്കാരം നമ്മൾ നിർവഹിക്കുകയും അതിന് ഇടവേളകൾ എടുക്കുകയും ചെയ്യുന്നു, ഇസ്തിറാഹത്ത് എടുക്കുന്നു, വിശ്രമം എടുക്കുന്നു എന്നതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പൊതുവായ പേര് വിളിക്കപ്പെട്ടത്. അല്ലാതെ റസൂലോ അല്ലെങ്കിൽ അല്ലാഹു നേരിട്ട് കൊടുത്ത ഒരു പേരല്ല. ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം, രാത്രിയിലെ നമസ്കാരം എന്നുള്ള പൊതുവായ പ്രയോഗം എന്നുള്ളത് അതായിരുന്നു റസൂലിന്റെ അടുക്കൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ പേര് വന്നതൊക്കെ അതിനൊരു സ്വഭാവത്തിൽ നിന്നുകൊണ്ട് താനെ രൂപപ്പെട്ടു വന്നൊരു പേര് മാത്രമാണ്. അപ്പൊ ഈ നമസ്കാരത്തിന്റെ ഒരു ഹദീസ്, ഒരു പ്രാമാണികത എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുകയാണ്. ഇത് നിർബന്ധമായി പോകുമെന്ന്, ഇത് നമ്മൾ എല്ലാ ദിവസവും കൃത്യമായ ഒരു കാര്യം ചെയ്യാം, പിന്നെ അള്ളാഹു നിർബന്ധമാക്കാം എന്നതൊരു കാര്യമാണ്. അവർ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിർബന്ധ ബുദ്ധിയോടുകൂടി അള്ളാഹു ഏൽപ്പിക്കാം. അതുകൊണ്ട് അതുമല്ലാതെ ഒരു വിഷയമുണ്ട്, നമുക്കിടയിൽ നിർബന്ധമായി തീരും. റസൂലിന്റെ കാലത്ത് 3 ദിവസമാണ് കൃത്യമായി പറഞ്ഞാൽ ഇവരെല്ലാം അവിടെ കാത്തിരുന്നു. റസൂൽ സുബഹി നമസ്കാരം പൂർത്തിയാക്കി ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെയും കൂട്ടി ഇത് ജമാഅത്തായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിർബന്ധമാക്കപ്പെടുകയും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം വരാതിരുന്നത്, ഒഴിവാക്കിയതെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അതാ വിഷയത്തിൽ ഈ തറാവി നമസ്കാരം, തറാവി എന്ന വാക്ക് പോലും ഉണ്ടായത് സുദീർഘമായ ഒരു നമസ്കാരം നമ്മൾ നിർവഹിക്കുകയും അതിന് ഇടവേളകൾ എടുക്കുകയും ചെയ്യുന്നു, ഇസ്തിറാഹത്ത് എടുക്കുന്നു, വിശ്രമം എടുക്കുന്നു എന്നതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പൊതുവായ പേര് വിളിക്കപ്പെട്ടത്. അല്ലാതെ റസൂലോ അല്ലെങ്കിൽ അല്ലാഹു നേരിട്ട്
കൊടുത്ത ഒരു പേരല്ല ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം. രാത്രിയിലെ നമസ്കാരം എന്നുള്ള പൊതുവായ പ്രയോഗം എന്നുള്ളത് അതായിരുന്നു റസൂലിന്റെ അടുക്കൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ പേര് വന്നതൊക്കെ അതിന്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് താനെ രൂപപ്പെട്ടു വന്നൊരു പേര് മാത്രമാണ്. അപ്പൊ ഈ നമസ്കാരത്തിന്റെ ഒരു ഹദീസ്, ഒരു പ്രാമാണികത എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കണം. ഇത് നിർബന്ധമായി പോകുമെന്ന്, ഇത് നമ്മൾ എല്ലാ ദിവസവും കൃത്യമായ ഒരു കാര്യം ചെയ്താൽ പിന്നെ അള്ളാഹു നിർബന്ധമാക്കാം എന്നതൊരു കാര്യമാണ്. അവർ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിർബന്ധ ബുദ്ധിയോടുകൂടി അള്ളാഹു ഏൽപ്പിക്കാം. അതുകൊണ്ട് അതുമല്ലാതെ തന്നെ ഒരു വിഷയമുണ്ട്, നമുക്കിടയിൽ നിർബന്ധമായി തീരും. റസൂലിന്റെ കാലത്ത് 3 ദിവസമാണ് കൃത്യമായി പറഞ്ഞാൽ ജമാഅത്തായി റമദാനിലെ ഈ രാത്രി നമസ്കാരം നടന്നിട്ടുള്ളത് എന്നാണ് അടിസ്ഥാനപരമായി രേഖാപരമായി നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ എന്നിട്ട് പോലും നമുക്കിടയിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി നിർബന്ധ ബാധ്യതയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചിന്തിക്കുകയും അങ്ങനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ നിർബന്ധ ബാധ്യതയല്ല ഇത്. അത് പൊതുവായി മനസ്സിലാക്കി നിർബന്ധമായ ഒരു ബാധ്യതയെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇത് സുന്നത്തായ ഒരു കർമ്മമാണ്. പക്ഷെ ഈ സുന്നത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അള്ളാഹു നിർബന്ധമാക്കാം. രണ്ടാമത്, നിങ്ങൾ ഇങ്ങനെ കൃത്യമായി എന്റെയോടൊപ്പം ജമാഅത്തായി നമസ്കരിക്കുകയാണ്. പ്രവാചകൻ ജീവിതാന്ത്യം വരെയും ഇത് തുടർന്നു പോയി റമദാൻ മാസത്തിന്റെ രാത്രി ജമാഅത്തായി നമസ്കാരം അങ്ങനെ നടന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ പൊതുവിൽ ഉമ്മത്ത് തന്നെ കണക്കാക്കുക ഇത് നിർബന്ധ ബാധ്യത എന്നായിരിക്കും. ളുഹർ പോലെ, അസർ പോലെ, മഗ്രിബ് പോലെ നിർബന്ധമായ നമസ്കാരമാണ് രാത്രി നമസ്കാരമെന്ന് നമ്മൾ കണക്കാക്കുകയും നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിട്ട് നമ്മൾ അത് വീഴ്ച വരുത്തിയാൽ നമ്മൾ വലിയ കുറ്റക്കാരായി മാറും. നമ്മൾ നിർബന്ധമാണെന്ന് വിശ്വസിച്ചാൽ നമ്മൾ നിർബന്ധ ബാധ്യത പോലെ ആയില്ലേ. ആ വിഷയത്തിലാണ് റസൂൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, റമദാൻ മാസത്തിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് ഭാര്യയുമായി ബന്ധപ്പെടാൻ അനുവാദമുണ്ട് എന്ന് ഖുർആൻ. ഇത് ഇറങ്ങുന്ന പശ്ചാത്തലം എന്നറിയുമോ? ഖുർആൻ ഒരിക്കലും അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ല റമദാൻ മാസമായി കഴിഞ്ഞാൽ ഭാര്യ സമ്പർക്കം പാടില്ല രാത്രി കാലത്തും എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അത് നോമ്പിന്റെ ഭാഗവുമല്ല. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു റമദാനായി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പോലും ഭാര്യമാരെ പ്രാപിക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ സ്വയം മനസ്സിലാക്കുകയും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വസിച്ചവർ പോലും രാത്രി കാലങ്ങളിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു. അത് അവർക്ക് വലിയ കുറ്റബോധമുണ്ടാക്കി, അവർക്ക് വലിയ വിഷമമുണ്ടാക്കി. പല ആൾക്കാരും ആ വിഷയത്തിൽ ഖുർആൻ ഈ ആയത്തിറങ്ങി വിശദീകരിച്ചു. അതിന് എന്ത് ചെയ്യും? അങ്ങനെ ഒരു വിഷയമില്ല, നിങ്ങൾക്ക് അനുവാദമുള്ള സംഗതിയാണ്. നിങ്ങൾ പല ആൾക്കാരും ഇതെന്ത് ചെയ്തു? അങ്ങനെ ഉണ്ട് എന്ന് കണക്കാക്കി, ഇത് പാടില്ല എന്ന് കണക്കാക്കുകയും എന്നിട്ട് അതിൽ വീഴ്ച വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം മാപ്പാക്കിയിട്ടുണ്ട് കേട്ടുവന്ന് നമ്മൾ തന്നെ കണക്കാക്കി സ്വയം ഒരു കാര്യത്തെ ഇത് അള്ളാഹു നിരോധിച്ചിരിക്കുന്നു എന്നിട്ട് നമ്മൾ അള്ളാഹു നിരോധിച്ച കാര്യമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ അള്ളാഹു നിരോധിച്ചിട്ടില്ല. അതുപോലെയാണ് ഈ രാത്രി നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ പൊതുവിൽ അത് വിശ്വസിക്കുകയും ക്രമേണ സമുദായം അത് ഏറ്റെടുക്കുകയും നിർബന്ധ ബാധ്യതയായി അനുഷ്ഠിച്ചു പോരുകയും ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി മാറി. നിങ്ങൾ ഒഴിവാക്കിയാൽ സ്വയം നിർബന്ധമായ ഒരു ബാധ്യതയാണ് റബ്ബ് വെച്ചത്, ഒരു സുന്നത്തിന് നിർബന്ധമാക്കി നമ്മൾ വിധിച്ചിട്ട് പിന്നീട് അതിനെ ബോധപൂർവ്വം നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ഒരു നിർബന്ധ ബാധ്യതയോടെ മനുഷ്യൻ പുലർത്തുന്ന അപകട പോലെ പരിഗണിക്കപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു ചിന്തയിൽ പോലും ഇത് നിർബന്ധമാകാൻ പാടില്ല എന്നൊരു മുൻവിധി കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതവിടെ നിർത്തുന്നത്. പക്ഷെ പിന്നീട് അത് എന്ത് ഒറ്റപ്പെട്ട നമസ്കാരമായി പിന്നെ തുടർന്നു എന്നാണ് യാഥാർത്ഥ്യം. ആണ് പറഞ്ഞു വന്നത്, ഇതൊരു നിർബന്ധ ബാധ്യതയായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല, നിർബന്ധ ബാധ്യതയല്ല. പക്ഷെ ഇത് ഈ ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കുന്ന ഈ സംവിധാനം ഇത് അല്ലാഹുവിന്റെ റസൂൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഈ റസൂൽ പൊതുവിൽ പറയാറുണ്ട്, നമ്മൾ ആരെയും നിർബന്ധിക്കാറില്ല, കാരണം യുറഹിബു എന്നാൽ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു, നിർബന്ധിക്കില്ലായിരുന്നു. റമദാനായി കഴിയുമ്പോൾ നിങ്ങൾ റമദാൻ മാസമായി കഴിയുമ്പോൾ നിങ്ങളുടെ പൂർവ്വപാവങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമായി നിൽക്കാൻ പറ്റിയ പരുവപ്പെട്ട ഒരു അമലാണ് നമസ്കാരം, രാത്രി നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസം ആകുമ്പോൾ അടിക്കടി ജനങ്ങളെ ബോധവൽക്കരിക്കുമായിരുന്നു. അപ്പൊ ജനങ്ങൾ ഈ വിഷയത്തിൽ വലിയ മോട്ടിവേഷൻ കൊടുക്കും, പ്രോത്സാഹിപ്പിക്കും. രാത്രികാലങ്ങളിൽ ഉറക്കമുള്ള അല്ലാഹുവിന്റെ മുമ്പിൽ ദിക്റിലായി, പടച്ചവന്റെ സ്മരണയിലായി, നമസ്കാരത്തിലായി റബ്ബിലേക്ക് അലിഞ്ഞു തീരുന്ന നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളാണ്, നമ്മുടെ ഏറ്റവും വലിയ നീക്കിയിരിപ്പാണ്, ഏറ്റവും വലിയ മിച്ച സമ്പാദ്യമാണ് എന്ന് റസൂൽ സഹാബക്കളെ ബോധിപ്പിക്കാറുണ്ടായിരുന്നു. രാത്രി അവസാന പത്തായി കഴിയുമ്പോൾ കുടുംബക്കാരെ വിളിച്ചുണർത്തും, വൈക്കല്ലാഹു, കുടുംബത്തിനെല്ലാം വിളിച്ചുണർത്തി നമസ്കാരത്തിന് സജ്ജമാക്കുകയും അവർക്കൊപ്പം നമസ്കാരത്തിൽ റസൂൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ വലിയ അവസരമാണ് റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ എത്തിയിരുന്നത്. ഈ അവസാന പത്തിൽ തന്നെ ഒറ്റപ്പെട്ട രാത്രികൾ ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള രാത്രികൾ കൂടിയാണെന്നിരിക്കുമ്പോൾ ഈ രാത്രികളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഈ നമസ്കാരമാകട്ടെ ഈ പറഞ്ഞ രീതിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നു, ഈ ഇരിക്കുന്ന ഇൽമിന്റെ സദസ്സ്, ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇതൊക്കെയാണ് നീക്കിയിരിപ്പ്. ഈ ഇരുന്ന ഇരിപ്പ്, ഈ കേട്ട അറിവുകളും അള്ളാഹുവിന് മുമ്പിൽ നിൽക്കും. ഈ അറിവ് മുമ്പിൽ നിൽക്കും, അള്ളാഹുവിന് മുമ്പിൽ വലിയ അമലായി നിൽക്കും. ഈ ഉറക്കമൊഴിച്ചിൽ നമ്മൾ ഓരോ മനുഷ്യന്മാർ
പരസ്പരം ആദ്യത്തെ സംഭവം നോക്കൂ. റസൂലിന് വേണ്ടി ഉറക്കം വിളിച്ചൊരു മനുഷ്യൻ തണുത്ത വെള്ളവുമായി നിന്നപ്പോ റസൂലിന് ആ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയില്ലേ? എന്തെങ്കിലും ചെയ്യണമെന്ന്. അതിനുവേണ്ടി കൊടുത്ത അവസരം എന്തെങ്കിലും കൊടുത്തല്ലോ, എന്തായാലും ചോദിക്കാനാ പറഞ്ഞത്. എന്ത് വേണമെങ്കിലും നൽകാമെന്ന്. ഒരു മനുഷ്യന്റെ ഉള്ളിലെ കാരുണ്യം ഉണരെയാണ്. കാരണം എനിക്ക് ചെയ്ത ഉപകാരത്തിന് എങ്ങനെ നന്ദി കാണിക്കാന്ന് റസൂൽ ആലോചിക്കാണ്. എന്നാൽ നമ്മൾ ഈ ഉറക്കമുള്ള ആഗ്രഹിക്കുന്ന, കണ്ണുകൾ ഉറക്കം ആഗ്രഹിക്കുന്ന, ശരീരം ക്ഷീണം ബാധിച്ചിട്ടുള്ള നമ്മളെ സംബന്ധിച്ചുള്ള വിശ്രമം ആഗ്രഹിക്കുന്ന ഈ അവസ്ഥയിലും ഉറക്കം വിളച്ചിരിക്കുമ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ നമ്മുടെ യജമാനായ റബ്ബിനെ കൊണ്ട് സാധ്യമാകുമോ? കരുണയുള്ളവനായ റബ്ബ് ഇത് കാണുന്നില്ലേ? നമ്മൾ ഈ ഉറക്കം വീഴ്ചയിൽ കാണുന്നു, ഈ നമസ്കാരം കാണുന്നു. ഇവൻ എന്തെങ്കിലും കൈനിറച്ച് കൊടുക്കണമെന്ന് റബ്ബ് തീരുമാനിക്കില്ലേ? ആ തീരുമാനമാണ് നമ്മുടെ ജീവിതം പിന്നെ നിർണ്ണയിക്കുക. ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ നമ്മൾ നന്മയിൽ പിടിച്ചു നിർത്തുന്നതും അവസാന ആഖിബത്തും മരിക്കുമ്പോൾ തഖ്വയിൽ മുത്തഖിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കാനുമുള്ള ഈ കണ്ണുകൾക്ക്, ഈ ഉറക്കം വിളച്ച കണ്ണുകൾക്ക് അവസരവും തൗഫീഖ് നൽകിയാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം, അതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ഈ ഉറക്കം വീഴ്ചയിലേക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വീകരിക്കട്ടെ. മുത്തഖിയായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വാഹദവത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.